പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, SSLC മോഡൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ നാം കാണുന്നത്. ചോദ്യം ഒന്ന് വായിക്കാം. സരോജിനി നായിഡുവിനെ കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ സരോജിനി നായിഡു എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയലിൽ ഹെഡിംഗ് 1 വിഭാഗത്തിൽ ഫ്രീഡം ഫൈറ്റർ എന്ന പേരിലും ഹെഡിംഗ് 2 വിഭാഗത്തിൽ സരോജിനി നായിഡു എന്ന പേരിലും 2 പുതിയ സ്റ്റൈലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രെഓഫീസ് റൈറ്ററിൽ തുറന്ന് ലേഖനത്തിലെ പ്രധാന ശീർഷകത്തിന് ഫ്രീഡം ഫൈറ്റർ എന്ന സ്റ്റൈലും എല്ലാ ഉപശീർഷകങ്ങൾക്കും സരോജിനി നായിഡു എന്ന സ്റ്റൈലും നൽകുക. ഉപശീർഷകങ്ങൾ പച്ച നിറത്തിൽ നൽകിയിരിക്കുന്നു. തുടർന്ന് സരോജിനി നായിഡു എന്ന സ്റ്റൈലിൽ ചുവടെ നൽകിയ മാറ്റങ്ങൾ വരുത്തുക. ഫോണ്ട് ഫാമിലി നോട്ടോ സാൻസ്, ഫോണ്ട് സൈസ് 110%, ഫോണ്ട് കളർ ബ്ലൂ. അവസാനമായി ഈ ഫയൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ സേവ് ചെയ്യുക. ഈ ചോദ്യത്തിൽ നാം ഓപ്പൺ ചെയ്യേണ്ടത് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നൽകിയിട്ടുള്ള സരോജിനി നായിഡു .ott എന്ന ഫയലാണ്. അത് ഓപ്പൺ ചെയ്യുന്നതിനായി നമുക്ക് ഹോം ഓപ്പൺ ചെയ്യാം. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് തുറക്കുക. സരോജിനി നായിഡു എന്ന OTT ഫയൽ ഇവിടെ നമുക്ക് കാണാം. ഇത് ഓപ്പൺ ചെയ്യുന്നു. ഇനി ചോദ്യം ഒന്നുകൂടി വായിച്ചു നോക്കാം. ഈ ഫയലിൽ ഹെഡിംഗ് 1 എന്ന വിഭാഗത്തിൽ ഫ്രീഡം ഫൈറ്റർ എന്ന പേരിലും ഹെഡിംഗ് 2 വിഭാഗത്തിൽ സരോജിനി നായിഡു എന്ന പേരിലും 2 പുതിയ സ്റ്റൈലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് പരിശോധിക്കാം. സ്റ്റൈൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സ്ക്രീനിൻ്റെ വലതുഭാഗത്തായി കാണുന്ന സ്റ്റൈൽസ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡിംഗ് എന്ന് കാണാം. ഹെഡിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഹെഡിംഗ് 1 എന്നതിൻ്റെ ഇടത് ഭാഗത്തായി കാണുന്ന ട്രയാങ്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്രീഡം ഫൈറ്റർ എന്ന സ്റ്റൈൽ നമുക്കിവിടെ കാണാം. അതേപോലെ ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സരോജിനി നായിഡു എന്ന സ്റ്റൈലും നമുക്ക് കാണാം. ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ ശീർഷകങ്ങൾക്കും ഫ്രീഡം ഫൈറ്റർ എന്ന സ്റ്റൈലും ഉപശീർഷകങ്ങൾക്ക് സരോജിനി നായിഡു എന്ന സ്റ്റൈലും നൽകുക എന്നുള്ളതാണ്. ഇവിടെ പ്രധാന ശീർഷകം എന്ന് പറയുന്നത് സരോജിനി നായിഡു എന്നുള്ളതാണ്. സരോജിനി നായിഡു എന്നുള്ളതിന് ഫ്രീഡം ഫൈറ്റർ എന്ന സ്റ്റൈലാണ് നൽകേണ്ടത്. അതിനായി സരോജിനി നായിഡു എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഫ്രീഡം ഫൈറ്റർ എന്ന് നൽകിയ ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നാം ഫ്രീഡം ഫൈറ്റർ എന്ന സ്റ്റൈല് സരോജിനി നായിഡു എന്ന ടെക്സ്റ്റിന് അല്ലെങ്കിൽ എന്ന ശീർഷകത്തിന് നൽകി കഴിഞ്ഞു. അടുത്തതായി ഹെഡിംഗ് 2 സ്റ്റൈലിലുള്ള സരോജിനി നായിഡു എന്ന സ്റ്റൈലാണ് എല്ലാ ഉപശീർഷകങ്ങൾക്കും നൽകേണ്ടത്. അതിനായി എല്ലാ ഉപശീർഷകങ്ങളും സെലക്ട് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഓരോ ഉപശീർഷകവും നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ സാധിക്കും. എല്ലാ ഉപശീർഷകങ്ങളും ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം സരോജിനി നായിഡു എന്ന സ്റ്റൈൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാ ഉപശീർഷകങ്ങളും സരോജിനി നായിഡു എന്ന സ്റ്റൈൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞു. ഇനി ചോദ്യം വായിച്ചു നോക്കാം. തുടർന്ന് സരോജിനി നായിഡു എന്ന സ്റ്റൈലിൽ ചുവടെ നൽകിയ മാറ്റങ്ങൾ വരുത്തുക. ചുവടെ നൽകിയിരിക്കുന്ന ഈ മാറ്റങ്ങൾ സരോജിനി നായിഡു എന്ന സ്റ്റൈലിൽ വരുത്തേണ്ടതാണ്. അതിനായി സരോജിനി നായിഡു എന്ന സ്റ്റൈൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മോഡിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നിർദ്ദേശിക്കപ്പെട്ട മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഫോണ്ട് ഫാമിലി നോട്ടോ സാൻസ്,
ഫോണ്ട് ഫാമിലി ഫോണ്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നമുക്ക് കാണാവുന്നതാണ്. നോട്ടോ സെൻസ് എന്ന് പറഞ്ഞ ഫോണ്ടാണ് ഇവിടെ നാം നൽകേണ്ടത്. അതിനുശേഷം സൈസ്, ഫോണ്ട് സൈസ് 110% നൽകേണ്ടത്. ഇവിടെ 110% തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റം വരുത്തേണ്ടതില്ല. മൂന്നാമതായി ഫോണ്ട് കളർ ബ്ലൂ ആണ് നൽകേണ്ടത്. ഫോണ്ട് കളർ നൽകുന്നതിനായി ഫോണ്ട് എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് കളർ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് ബ്ലൂ കളർ സെലക്ട് ചെയ്യുക. അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി സരോജിനി നായിഡു എന്ന സ്റ്റൈലിൽ നിർദ്ദേശിക്കപ്പെട്ട മാറ്റങ്ങൾ നാം വരുത്തി. ഇത്തരം മാറ്റം വരുത്തിയതിനു ശേഷം ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ സേവ് ചെയ്യുകയാണ് വേണ്ടത്. അതിനായി ഫയൽ ഓപ്ഷനിലെ സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡർ തുറക്കുക. ഇവിടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ നൽകി സേവ് ചെയ്യുക.